ഓണത്തിന് നമ്മളെ പൂക്കളെ കൊണ്ട് പൂക്കളെ ഒരുക്കാന്നുള്ളൊരു ഉദ്ദേശത്തോടെ കോഴിക്കോട് റെസിഡൻസ് അസോസിയേഷൻ ചെയ്യുന്ന ഈ കൃഷി ഉദ്യമത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ കൃഷി രീതികളെ കുറിച്ച് ഏകദേശം ഒരു ഇത് തരാം, നിർദ്ദേശം തരാൻ ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും. എപ്പോൾ വിളിച്ചാലും ഈ ഉദ്യമത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു 40 ദിവസം 30 ദിവസം കഴിഞ്ഞ തൈകളാണ് നമ്മൾ വെക്കുന്നത്. ഇത് ഏകദേശം 40 ദിവസം കൊണ്ട് ഇത് ഏകദേശം ഒരു 40 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരും. അപ്പോൾ നമ്മളതിൻ്റെ തല പൊട്ടിച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഇപ്പം നടുന്ന സമയത്ത് നമ്മൾ 3 മിക്സ് ജൈവവളമാണ് അടിയിൽ കൊടുത്തത്. ഇതിപ്പം വെയിലിറക്കുകയാണെങ്കിൽ നനയ്ക്കണം. എന്തായാലും നനച്ച് കൊടുത്താലേ ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പം മഴ പെയ്തില്ലെങ്കിൽ നനയ്ക്കണം. പറ്റെങ്കിൽ കുറച്ച് 18 അങ്ങനെ എന്തെങ്കിലും ചെറിയ രാസവളം ഒരു 4 മണി വീതം എല്ലാത്തിനും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് ഊർജ്ജസ്വലമായിട്ട് വളരും. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ ചാണകവെള്ളം കലക്കി ഒഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇതിന് ഇലയ്ക്ക് സ്പ്രേ കൊടുക്കാനുള്ള SOP എന്ന് പറഞ്ഞ സാധനം വാങ്ങാനുണ്ട്. അത് 5 മില്ലിഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ വെച്ചിട്ട് ഈ ഇലയ്ക്ക് തളിച്ചു കൊടുക്കുമ്പോൾ കൈ കൊണ്ട് തന്നെ തളിച്ചു കൊടുക്കാം. കാരണം അത് ഓർഗാനിക്കായിട്ടുള്ള ഒരു സൊല്യൂഷനാണത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇലകളൊക്കെ പെട്ടെന്ന് വളരും. ഇത് വളരുന്നതനുസരിച്ച് നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കണം. ഈ പുല്ല് കയറാൻ സമ്മതിക്കരുത്. പുല്ല് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ചെടീൻ്റെ വളർച്ചയെ പെട്ടെന്ന് ബാധിക്കും. അതുകൊണ്ട് പുല്ല് കള പറിച്ച് കൊടുക്കുക, മണ്ണിളക്കി കൊടുക്കുക, 2 പ്രാവശ്യമെങ്കിലും കള്ളി കയറ്റണം. കാരണം 40 ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വേര്, ഈ ചെണ്ടുമല്ലിയുടെ വേരിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മുകളിൽ നിന്ന് വേറെ ഇറങ്ങി കൊടുക്കും. അപ്പോൾ മുകളിലേക്ക് മണ്ണ് കയറ്റി കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഇത് വീണ് പോകും. അപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ 2 ഭാഗത്തും കുറ്റി അടിച്ചിട്ട് സൈഡിൽ കൂടെ ചരട് കെട്ടിയിട്ട് പ്ലാസ്റ്റിക് കയർ വാങ്ങി കെട്ടിയിട്ട് എല്ലാം കൂട്ടി കെട്ടണം. അല്ലെങ്കിൽ ഇത് കാറ്റത്തോ മഴയത്തൊക്കെ വീണ് പെട്ടെന്ന് പോയി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും 40 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ തല പൊട്ടിച്ച് കൊടുക്കണം. അപ്പം പൊട്ടി കളിക്കും. വേണമെങ്കിൽ വീണ്ടും 40 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി പൊട്ടിക്കാം. പക്ഷേ അത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. പൂള് നേരത്തെ ഉണ്ടാവുക നല്ലത്. അപ്പോൾ പൂക്കളെ നിയന്ത്രിക്കലും കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്. വിളവെടുക്കുന്ന സമയത്താണെങ്കിലും അടിയിലെ പൂക്കളൊക്കെ ആദ്യം വെട്ടിയെടുക്കുക. മുകൾ ഭാഗം നിർത്തിയത് ലാസ്റ്റ് വെട്ടിയെടുത്താൽ മതി. ഏതായാലും ഇതിൻ്റെ ബാക്കിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഒന്നിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല. ക്രമാതീതമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് പറഞ്ഞു തരാം. ഓരോ ഘട്ടവും പറഞ്ഞു തരാം. ഏതായാലും ഇപ്പോൾ നനയ്ക്കണം നിങ്ങൾ. നാളെയായിട്ട് കുറച്ച് 18 അങ്ങനെ എന്തെങ്കിലും ചെറിയ രാസവളം കൊടുത്ത് ഫാക്ടോമോസ് എന്തെങ്കിലും 2 തരി കൊടുത്തിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക. ഇത്രയും ഇപ്പോൾ ചെയ്യാം.